വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഓൾ. മുണ്ടുറാണി എത്തി. ഇവിടുത്തെ മുണ്ട് കൂടി അഴിച്ചു പിരിക്കും. ഇവിടെ അടിയിൽ എന്തെങ്കിലും കാണും. ഉണ്ടോ? ഒന്ന് നോക്കി കാണിക്ക്. അയ്യോ, ഇതെന്താ കറുത്തതാണല്ലോ. അതെ, കാലകത്തി വെച്ചപ്പോൾ A few moments later. Hello, once again welcome back. തൊണ്ടയൊക്കെ തുറക്കട്ടെ. Guys, മഴ കുറഞ്ഞ സമയം നോക്കി നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മമ്മേൻ്റെ പച്ചക്കറിത്തോട്ടമാണ്. അപ്പോൾ ഈ കാണുന്നത് മുഴുവനും മമ്മേൻ്റെ പച്ചക്കറിത്തോട്ടം. ആക്ച്വലി ഗൈസ്, ദിസ് ഈസ് എ ഫോറസ്റ്റ്. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കും അമ്മയ്ക്കും നമുക്കും ആർക്കും അറിയത്തില്ല. നമ്മൾ നടാത്തത് വരെ ഉണ്ടായിട്ടുണ്ട്. അതാണ് പച്ചക്കറിത്തോട്ടത്തിന്റെ സ്പെഷ്യാലിറ്റി. അവിടെ പാവയ്ക്കുണ്ട്. നേസില് ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അവിടെ കാന്താരി, കുറച്ച് 2 മുണ്ടൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ കുറേ മുണ്ട് നട്ടൂന്ന് പറ. മുണ്ട് മുണ്ട് നമ്മൾ നട്ടിട്ടുണ്ട്. നാളെ ഇനി പെരുക്കി കൊഞ്ചുങ്കലാകും. അപ്പം അമ്മച്ചി ഉണക്കാനിട്ടാണ് കേട്ടോ മുണ്ട്. അപ്പം മഴ ഇപ്പൊ പെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഓടി വന്നതാണ് നിങ്ങളൊരു സൂത്രം കാണിക്കാൻ. അപ്പൊ നമുക്ക് ആ സൂത്രം എന്താ നോക്കാം. എന്തോ നീ നിൽക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. എന്ത് ചെയ്യും? കാലങ്ങാനും മാറ്റി വെച്ചാൽ കപ്പളം പോകും. എന്ത് ചെയ്യും? പോയാൽ അമ്മ ശരിയാക്കും. ശരിയാക്കട്ടെ. സേഫ് ആയിട്ട് വേണം ഗൈസ് നമുക്ക് എന്ത് ചെയ്യാൻ, അവിടെ പോയി അത് നോക്കാൻ. അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ ചെറുതായിട്ട് മഴ തുള്ളി പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം അങ്ങോട്ട് പോയി നോക്കാം എന്താണ്. ഇങ്ങോട്ട് വാ. ശരി. എന്തുവാ സാഷ്ടാംഗമേ? ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല. എന്താ ഇങ്ങനെ ഇപ്പൊ നിക്ക, ഇവിടെ കാല് വെക്കാൻ പോലും. ജിമ്മത്തി അങ്ങനെയാണ് നിക്ക്. എന്റെ മോനെ, മിസ്റ്റർ വയനാടാണ് കഴിച്ച് നിക്കുന്നത്. മിസ്സസ് വയനാട്. മിസ്സസ് അല്ല, ഇപ്പൊ എന്താ ഞാൻ വിളിക്കട്ടെ? എന്തോ കുമാരി ക്യാമറമാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വാ. ഇവിടെ നിൽക്കും ക്യാമറമാൻ. എന്നെ ഇന്ന് കുളിപ്പിക്കും മഴയത്ത്. മിക്കവാറും ചേമ്പലേനെ നടക്കുന്ന കഥ. എന്തിനാണ് വ്ളോഗർക്ക് നനഞ്ഞാ പോരെ? എന്തിനാണ് ക്യാമറമാനെ? ക്യാമറമാൻ സഹിക്കണം. ഇത് കപ്പിളാണ് കേട്ടോ, ഇത് രണ്ടും. അപ്പൊ ഇത് പകരത്തിന് പകരാണേ. ഇത് പകരത്തിന് പകരാണ് ഗൈസ്. ഇത് നോക്ക്, പകരം വീട്ടിയാലല്ലേ ഒരു ഇതുള്ള. നോക്ക്, ഇത് നമ്മുടെ വഴുതനങ്ങ ഉണങ്ങിപ്പോയതാണ്. ഉണങ്ങിപ്പോയ എന്താണ് എന്തായാലും കാലത്ത് നമുക്ക് കുറെ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതും നോക്ക്, അതുപോലെ തന്നെ ഉണങ്ങിപ്പോയ വേറൊരു വഴുതനങ്ങയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തുനിന്നും കുറെ വഴുതനങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ചോട്ടിൽ നിങ്ങൾ കണ്ടോ, ഇതാ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ഇത് നമ്മുടെ ഈ വഴുതനങ്ങ ഉണങ്ങിപ്പോയത് തന്നെ നിലത്ത് വീണിട്ടുണ്ടായ തൈകളാണ് ഈ കാണുന്നത്. അതല്ല, ഇത് കാണിക്കാനാണ് ഞാൻ വന്നത്. ഒരുപാട് തൈകളുണ്ട്. കടയിൽ പോകണ്ട. ഇവിടെ നോക്കി, ഇഷ്ടംപോലെ ഒരു കൂട്ടം തൈകളാണ് കേട്ടോ. മമ്മ ഇന്ന് നമ്മളെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതല്ല. പിന്നെ മഴ പെയ്യുമ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് വളർന്നോളൂ കേട്ടോ. വാവാറ്റിയെ പറയുന്ന പോലെ ഒന്നുമില്ല. ഞാൻ കണ്ടില്ല വാവാറ്റെ. അതെന്തൊക്കെയോ ഇത് കണ്ടോ ഗൈസ്? ഇതാണ് നമ്മുടെ വഴുതനങ്ങ തൈകൾ. ഇത് ഫുള്ള് എന്താണ് നമ്മുടെ വഴുതനങ്ങ തൈകളാണ് വന്നിരിക്കുന്നത്. ഈ ഞടുപ്പിൽ നിന്നാണ്. ഞടുപ്പ് കാണിക്കൂ. ഈ ഞടുപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തൊരു പഴുത്ത വഴുതനങ്ങ ഉണ്ടായിരുന്നു. അതിങ്ങനെ പഴുത്ത് തന്നെ വിത്തായി നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തന്നതാണ് കേട്ടോ. അപ്പൊ മമ്മ ഇന്നാള് പോയപ്പോ ഒരു 5 തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നട്ടിട്ട് പിടിച്ചില്ല. അപ്പൊ മമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് ധാരാളത്തിലേറെ കൊടുത്തു. അപ്പൊ നമ്മുടെ വരിക്ക് നനയില്ലാറ്റേ. ഈ ചേമ്പിനെ അടിയിലങ്ങ് ഇരുന്നാൽ മതി. ഞാൻ എന്തോരം നിന്ന് നനയുന്നറിയോ? വഴുതനങ്ങ തൈ എന്ത് ചെയ്തു, നമ്മുടെ മമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ കൂട്ടം തൈകള്. അപ്പൊ ഇത് 30 തൈകളെങ്കിലും 30 100 തൈ ഉണ്ടാവും. 100 തൈ ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇരുന്ന് നല്ല രസം. നല്ല രസത്തിന്റെ അല്ലേ? മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്കിനി എന്ത് ചെയ്യണം? അമ്മ പറഞ്ഞു മാറ്റി നട്ടാ. ഇപ്പൊ മോസ്റ്റ് ആയിട്ട് മഴ പെയ്തോണ്ട്
ക്യാമറമാൻ നൈസിൽ ദേ ക്യാമറമാൻ സേഫായി നിൽക്കാൻ ഞാൻ നോക്കും. ഇതുണ്ടോ ഗൈസ്? നമ്മുടെ ചേമ്പലേന്റെ ചോട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഞാനിവിടെ ഇരിക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ ചേമ്പല മറ്റേ ആനമഴ വരുന്നുണ്ട്, അവിടെ ഇരുന്നോ, മുട്ടയിട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ 2 വഴുതനങ്ങളോടും വഴുതനങ്ങ ട്രെയിനോടും മോസ്റ്റ് താങ്ക് യു പറയാണ്. അതുപോലെ നമ്മുടെ ഈ തൈകൾ മോസ്റ്റ് ആണ്. എന്തായാലും നമ്മുടെ മമ്മിക്ക് ഒരുപാട് സന്തോഷമായി. നല്ല മോസ്റ്റ് തൈകളാണ്. അവർ ഇനി മഴയത്ത് നന്നായി വളരട്ടെ. ഞാനിപ്പോൾ മഴയത്ത് നിന്ന് വേഗം രക്ഷപ്പെട്ടെ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു അല്ല? നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലാണ് വീണ്ടും കാണാം. നിങ്ങൾക്ക് തൈകളെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നു. അയ്യോ ഭഗവാൻ, തൈകളിപ്പോൾ ഞാൻ വിൽക്കാൻ അതാ അതാ അത് ഒടിഞ്ഞു. അതാ ചവിട്ടിയോ? അതാ കപ്പൽ ഒടിഞ്ഞു. ഏ കപ്പളത്തിന്റെ ഒരു കൈ ഒടിഞ്ഞൂന്ന്. അതാ. എന്നെ ശരിയാക്കും.